മർത്തോമാ സഭ വികസന സംഘം മല്ലപ്പള്ളി സെന്ററിന്റെ കാർഷിക പഠന ക്ലാസ് നടന്നു. ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസിന്റെ അധ്യക്ഷതയിൽ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ CP റോബർട്ട് ഉദ്ഘാടനം ചെയ്തു. മാർത്തോമാ സഭ വികസന സംഘം മല്ലപ്പള്ളി സെന്ററിന്റെ കൂടിവരവും കാർഷിക പഠന ക്ലാസുമാണ് മല്ലപ്പള്ളി സെന്റ് ആൻഡ്രൂസ് മാർത്തോമാ പള്ളി വെച്ച് നടന്നത്. യോഗം കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ CP റോബർട്ട് ഉദ്ഘാടനം ചെയ്തു. നാടൻ രീതികൾ, നാടൻ വിത്തുകളുടെ ഒരു പരിപോഷണം, അതിലെ നൂതന വിത്തിനങ്ങൾ, നൂതന കാർഷിക സമ്പ്രദായങ്ങളുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനം, അതിൽ വിവിധ സ്ഥാപനങ്ങളുമായിട്ടുള്ളൊരു ഇടപെടൽ, കാർഷിക അധിഷ്ഠിത സ്ഥാപനമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെ നോക്കിയാണ് ചെയ്തത്. ഇത് കാണുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മോശമല്ല കൃഷിയിൽ എന്ന് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. കാരണം 12 പേരുടെ വീട്ടിൽ പോകുമ്പോഴും കുറച്ച് സ്ഥലമേ ഉണ്ടെങ്കിലും വളരെ ചിട്ടയായിട്ടുള്ളൊരു കൃഷി രീതി കാണുന്നു. അതിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഞങ്ങൾ CDCRA പോലുള്ള റിസർച്ച് സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ച് സ്ഥാപനങ്ങളിൽ നിന്ന് ഗ്രീഷ്മകാല 6 മാസ കപ്പ കണ്ടുപിടിക്കുമ്പോൾ പോത്തല വരിക്ക എന്ന് പറയുന്ന ഒരു ഗ്രീഷ്മകാല വെറൈറ്റി ഞങ്ങളുടെ ഓതർ ദേശത്ത് വളരെ സുലഭമായിട്ട് മിക്കവാറും എല്ലാവരും കൃഷി ചെയ്തു പോകുന്ന ഒരു സാധനം ഞങ്ങൾ പോലും അറിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻസ് കൃഷി ഒരു നല്ല കർഷകൻ നമുക്ക് ഇവിടെ നിന്ന് ആദരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഇടവുകളിലൊക്കെ തന്നെ കർഷകരെ ആദരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ കുറച്ചുപേരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ടൊക്കെ കഴിയും. നമ്മളിന്നിപ്പോഴും മറ്റുള്ളവരെയൊക്കെയാണ് ആശ്രയിക്കുന്നത് കൃഷിക്ക്. നമുക്ക് വെജിറ്റബിൾസിനും മറ്റു വിഭവങ്ങൾക്കൊക്കെ അല്പമെങ്കിലും സ്വയം പര്യാപ്തത ഈ മേഖലയിലൊക്കെ നേടുവാൻ നമ്മുടെയൊക്കെ മനഃപൂർവ്വമായൊരു താല്പര്യമുണ്ടാകണം. ഭൂമി ദൈവത്തിൻ്റെ ദാനമാണ്. അത് നന്നായി അത് നമ്മൾ വിനിയോഗിക്കുമ്പോൾ അത് ആധ്യാത്മികതയാണ്. കൃഷിയിലെ നൂതന സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ റെൻസി എബ്രഹാം ക്ലാസ് നയിച്ചു. ഉപജീവന മാർഗത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. സ്വന്തം ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിൽ കൃഷി ചെയ്യുന്ന വ്യക്തികളുണ്ട്. സ്വന്തം പറമ്പ് കാട് കയറി പോകുന്നു, അതിനൊരു വരുമാനമാക്കി മാറ്റണം എന്ന ചിന്തയിൽ കൃഷി ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇതിനൊക്കെ ആവശ്യമായ സാങ്കേതിക വിദ്യകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൃഷിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പ്രതികൂലങ്ങളെയാണ് ആദ്യം മുമ്പിൽ കാണുന്നത്. പന്നിയുടെ ശല്യം, അല്ലെങ്കിൽ രോഗകീടങ്ങളുടെ ശല്യം, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ലഭ്യമല്ല എന്നുള്ള പരാതി, ഇങ്ങനെ പലതരത്തിലുള്ള പ്രതികൂല കാര്യങ്ങളും നമ്മൾ കൃഷിയിൽ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. വികാരി ജനറൽ റവറൻ മാത്യു ജോൺ, റവറൻ സഞ്ജീവ് തോമസ്, റവറൻ സുനി ജോർജ് മാത്യു, റവറൻ വർഗീസ് മത്തായി, രാജു എബ്രഹാം വെണ്ണിക്കുളം, അനി തോമസ്, ബിജു നൈനാൻ, ജോബി M വർഗീസ്, റോണി M സ്കറിയ, കുരുവിള മാത്യൂസ്, ജോസി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പച്ചക്കറി വിത്തുകളുടെ വിതരണവും നടന്നു.